ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. മഴയൊക്കെ മാറി കുറച്ച് വെയിലൊക്കെ തെളിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അന്തരീക്ഷമൊക്കെ നന്നായി എല്ലായിടത്തും തന്നെ മാറ്റം വന്നു എന്ന് വാർത്തയിലൊക്കെ കേട്ടു. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ എല്ലാവരും തന്നെ കാണുന്ന ഒരു വീഡിയോ ആണ്. 12 കയ്യിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, പണിക്കൊക്കെ പോകാതെ ജോലിക്കൊക്കെ പോകാതെ വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ. അപ്പം നമുക്കും എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ എന്നൊക്കെ ഞാനും ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ പലരും കമൻറ്റിലൂടെ ആണെങ്കിൽ പോലും എനിക്കത് കിട്ടി, എനിക്ക് നല്ല വീട് കിട്ടി, കാറ് കിട്ടി, അതുപോലെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണത് ഞാൻ കേട്ടു, ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ അത് കമൻറ്റൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഐഡിയ കൊള്ളാലോ എന്നുള്ള രീതിയിൽ ഞാനും ഒന്നിങ്ങനെ ട്രൈ ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ഒന്ന് തോന്നി, എന്നാൽ 12 ഒന്ന് എഴുതി എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുമെന്നൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും കയ്യിൽ ഒരു 12 ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ നമ്മുടെ ഈ വിരലിൻ്റെ ഭാഗത്തൂടെ എഴുതി അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ കാത്തിരുന്നു. ഞാൻ ഈ വീഡിയോ ഒക്കെ കാണുന്നത് ഒരു 2-3 ആഴ്ച മുമ്പാട്ടോ വീഡിയോസ് എല്ലാം കാണുന്നത്. അപ്പോൾ അതിലെ കമൻറ്റൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ആദ്യമൊന്നും അങ്ങനെ വർക്കാവും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു, എല്ലാവരും പറയുന്നില്ലേ, അപ്പം നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ചെയ്താലല്ലേ നമുക്കത് കിട്ടുള്ളൂ എന്ന് ഞാനിങ്ങനെ വിശ്വസിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതൊന്ന് എഴുതി നോക്കാമെന്ന് വിചാരിച്ചു. ഞാനും 12 നമ്മുടെ ഈ കൈവിരലിൽ ഇങ്ങനെ മൊത്തത്തിൽ എഴുതി വെച്ചു. എന്നിട്ട് കുറേ ആഗ്രഹങ്ങൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. ഞാൻ വിചാരിച്ച ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് എനിക്ക് നല്ലൊരു വീട് വേണമെന്നൊക്കെ ഞാൻ ചിന്തിച്ചു കേട്ടോ. പിന്നെ ഞാൻ ചിന്തിച്ചത് ലുലു മാൾ കാണാൻ പോകണമെന്ന് ചിന്തിച്ചു, നല്ല കുഴിമന്തി കഴിക്കണമെന്ന് ചിന്തിച്ചു. അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ അതൊക്കെ ചിന്തിച്ച് ഈ 12 എഴുതി ഞാനിങ്ങനെ മനസ്സിൽ ഈ ആഗ്രഹങ്ങളും ചിന്തിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഞാനിങ്ങനെ എഴുതിയിട്ട് ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസ് എല്ലാം പലരും ഇടുന്നതെല്ലാം പിന്നെയും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ അല്ലെങ്കിൽ മാറ്റം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ പലരും കമൻറ്റ് പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്കത് കിട്ടി, ഇത് കിട്ടി, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കേട്ടപ്പോൾ പിന്നെ എൻ്റെ ഒരു വിശ്വാസം ഇങ്ങനെ വർദ്ധിച്ചു കേട്ടോ, എനിക്കും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെയും ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നത്. അപ്പം ഞാനത് എഴുതി കാത്തിരുന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. പിന്നെ ഞാനിങ്ങനെ നാളെ നടക്കും അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് നടക്കും എന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും 12 കയ്യിൽ എഴുതിയത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേട്ടം ഉണ്ടാകും എന്ന് കമൻറ്റിലൂടെ കുറേ ആൾക്കാർ പറഞ്ഞു. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നേട്ടം ഉണ്ടായിട്ട് തന്നെയാണോ അവർ പറഞ്ഞതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ 12 എഴുതിയിട്ട് 4 ആഴ്ച കഴിഞ്ഞു, എനിക്ക് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമായിരിക്കില്ലേ. അപ്പം ഞാനത് എഴുതിയപ്പോൾ എൻ്റെ ധാരണ 12 നമ്മൾ കയ്യിൽ എഴുതി മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷേ ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ കമൻറ്റിലൂടെ എനിക്ക് എഴുതി വിടാം, എനിക്കത് കിട്ടി, ഇത് കിട്ടി എന്നൊക്കെ പറഞ്ഞ് എഴുതി വിടാം. പക്ഷെ ഞാൻ അങ്ങനെ എഴുതി വിടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെറുതെ ആളെ പറ്റിക്കുന്നതിന് തുല്യമല്ലേ. ചിലർക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു രീതിയിലും 12 കയ്യിൽ എഴുതിയിട്ട് ഒന്നും ലഭിച്ചിട്ടില്ല. ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യവും എനിക്ക് കിട്ടിയിട്ടില്ല. ഇതെല്ലാം നമ്മളെ സൃഷ്ടിച്ച ഒരാൾ നമ്മുടെ എന്താ പറയുക, നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ എല്ലാറ്റിനും ഒരു സമയം എഴുതി വെച്ചിട്ടുണ്ട്. അതിന് പാവപ്പെട്ടവൻ്റെ ആയാലും പണക്കാരൻ്റെ ആണെങ്കിലും ഏത് മനുഷ്യൻ്റെ ആണെങ്കിലും അവർ ജനിക്കുമ്പോൾ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി നമ്മളെ സൃഷ്ടിച്ച ഒരു സൃഷ്ടി ഉണ്ടല്ലോ, ആ സൃഷ്ടി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് നമ്മളൊരു സംഖ്യ കൊണ്ട് മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ എഴുതിയൊന്ന് നോക്കിയതാണ് എന്തെങ്കിലും നടക്കുമെന്ന്, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ അല്ലെങ്കിൽ നമ്മളെ ഒത്തിരി ആഗ്രഹങ്ങളുള്ള ആൾക്കാരുണ്ടല്ലോ, എന്നെപ്പോലെ ഒരുപാട് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അവരൊക്കെ വിചാരിക്കും ഇത് സത്യമാണ്, ശരിക്കും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന്. എനിക്കറിയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല.
ഈ 12 കഴിയിൽ എഴുതി നമുക്കുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ നമ്മൾ പണിക്ക് പോകണ്ട, ജോലിക്ക് പോകണ്ട, വീട്ടിൽ തന്നെ കുത്തിയിരുന്നാൽ മതിയല്ലോ. ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന് നമ്മൾ ഈ 12 എഴുതും 10 കിലോ അരി കൊണ്ടെത്താട്ടെ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചു. അരി വീട്ടിലെത്തി, അല്ലെങ്കിൽ 1 കിലോ പഞ്ചസാര കൊണ്ടെത്താട്ടെ, 1 കിലോ പഞ്ചസാര വീട്ടിലെത്തി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. നമ്മുടെ മക്കൾക്ക് നല്ല ജോലിയാകട്ടെ, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വീടാകട്ടെ, കാറാകട്ടെ, ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് ജോലിക്ക് പോകാതെ ഈ 12 എഴുതി കാത്തിരുന്നാൽ മതിയെങ്കിൽ വേറെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ എനിക്കത് അനുഭവപ്പെടാത്തതുകൊണ്ട് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞേ, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഒരുപാട് വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പം ഞാനത് പരീക്ഷിച്ച് നോക്കി, എനിക്കൊന്നും ലഭിച്ചില്ല. ഇപ്പം 4 ആഴ്ച കഴിഞ്ഞത് എൻ്റെ കൈവിരൽ ഫുള്ളും മാഞ്ഞു പോയാണ്ടോ, ഇതിലൊന്നുമില്ല. 12 എഴുതി നമ്മളെപ്പോഴും കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാഞ്ഞു പോകില്ലേ. എന്നാലും ഞാൻ 2 ദിവസം കൂടുമ്പോൾ എഴുതി നോക്കി എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി. പക്ഷെ ഒന്നുമില്ല. നമ്മളെപ്പോഴും നമ്മുടെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഇതിങ്ങനെ സംഭവിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമുക്കൊരു സമയമുണ്ട് എല്ലാറ്റിനും. ആ സമയം കഴിഞ്ഞ് നമുക്കത് ലഭിക്കേണ്ട സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ലഭിക്കും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ എടുത്തു ചാടി 12 എഴുതി അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ട് കഴിയുമ്പോൾ തന്നെ എടുത്ത് ചാടുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്, നമ്മളങ്ങനെ ഇപ്പം കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യം മാറുമെന്ന് വിശ്വസിച്ച് വേഗം തന്നെ 12 എഴുതി കാത്തിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ജോലിക്ക് പോകേണ്ട സമയത്ത് ജോലിക്ക് പോകാം. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കാതിരിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചിലർക്ക് അങ്ങനെയുള്ളത് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ അനുഭവത്തിൽ അങ്ങനെ എഴുതിയിട്ടൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യവും നടന്നില്ല. ജസ്റ്റ് ഒരു കുഴിമന്തിയെങ്കിലും തിന്നാൻ കിട്ടണ്ടേ, അതുപോലും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ പറയുമ്പോൾ സത്യസന്ധമായിട്ട് പറയാൻ ശ്രമിക്കുക. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്, നിലവിൽ നല്ല റീച്ചായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും അങ്ങനെ പരീക്ഷിച്ച് നോക്കിയത്. സത്യത്തിലൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ വിശ്വാസം എനിക്ക് മനസ്സിലായി, നമ്മളെ സൃഷ്ടിച്ച ഒരു സൃഷ്ടിയുടെ സമയമാവാണ്ട് ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ കാത്തിരിക്കുക എല്ലാത്തിനുമായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.